ഇപ്പോൾ കിട്ടിയതിലേക്ക് വിശദമായി. കൈവെട്ട് കേസിലെ ഒന്നാം പ്രതി സവാദിനെ തിരിച്ചറിഞ്ഞെന്ന് പ്രൊഫസർ ടി ജെ ജോസഫ്. എറണാകുളം സബ് ജയിലിലായിരുന്നു തിരിച്ചറിയൽ പരേഡ്. പ്രൊഫസർ ടി ജെ ജോസഫ്, മകൻ മിഥുൻ ടി ജോസഫ്, സഹോദരി സിസ്റ്റർ സ്റ്റെല്ല എന്നിവരാണ് തിരിച്ചറിയൽ പരേഡിനെത്തിയത്. താൻ ഇര മാത്രമെന്നും ശിക്ഷ തീരുമാനിക്കേണ്ടത് കോടതിയെന്നും പ്രൊഫസർ ടി ജെ ജോസഫ് പ്രതികരിച്ചു. ഞാൻ എൻ്റെ ഒരു ഡ്യൂട്ടി ഒരു പൗരൻ എന്ന നിലയിൽ, ഒരു സാക്ഷി എന്ന നിലയിൽ ചെയ്തു തന്നേ ഉള്ളൂ. അതിൻ്റെ അകത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ രാജ്യത്തെ നിയമ വ്യവസ്ഥ അനുസരിച്ച് മുന്നോട്ട് പോകും. ഇനിയിപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഒരു ജോലിയും കൂടെ ഉള്ള ഡ്യൂട്ടി എന്നുള്ളത് ഇതേ വിചാരണയ്ക്ക് വരുമ്പോൾ, കേസ് കോടതിയിൽ വരുമ്പോൾ സാക്ഷി പറയേണ്ടി വരും. അതോടുകൂടി ഈ കേസുമായിട്ടുള്ള എൻ്റെ എല്ലാ ബന്ധങ്ങളും തീരും. രാജ്യത്തിലെ പൗരന്മാർക്ക് സുരക്ഷയ്ക്ക് വേണ്ടതാണ്. അപ്പം സുരക്ഷയെ മുൻനിർത്തി രാജ്യത്ത് നിയമവ്യവസ്ഥയുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള നിയമ നടപടികളൊക്കെ ഇവിടെ നടക്കണം. എന്നാലേ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂ. കൊച്ചിയിൽ നിന്ന് വിനീത വി ജി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനീത, വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹം കൃത്യമായി തന്നെ ഈ പ്രതിയെ സവാദിനെ തിരിച്ചറിയുന്നുണ്ട്. എന്തൊക്കെയാണ് ഇന്നത്തെ നടപടിക്രമങ്ങൾ, എങ്ങനെയായിരുന്നു? തീർച്ചയായും ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കേസ് ഉണ്ടായി, ഈ ഒരു സംഭവം ഉണ്ടായി ഏതാണ്ട് 13 വർഷത്തിനിപ്പുറമാണ് ഈ പ്രതിയെ ഇപ്പോൾ പ്രൊഫസർ ടി ജെ ജോസഫ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഈ വർഷങ്ങൾ പിന്നിട്ട് പോയതിന്റെ ചില വ്യത്യാസങ്ങളും അത്തരത്തിലേക്കുള്ള പ്രാധാന്യമൊക്കെ ഈ കേസിലുണ്ട്. പക്ഷെ അതൊക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹം പ്രതിയെ സവാദിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ളത്. ഒരു പൗരൻ എന്ന നിലയിൽ താൻ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി മറ്റു കാര്യങ്ങളെല്ലാം അത് നിയമത്തിനനുസരിച്ച്, നിയമവ്യവസ്ഥ അനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ കേസ് അതിന്റെ ഒരു വിചാരണ ഘട്ടത്തിൽ വരുമ്പോൾ കോടതിയിലെത്തി താൻ സാക്ഷി പറയേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മറ്റ് നടപടിക്രമങ്ങൾ അത് നിയമത്തിനനുസരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് ഈ തിരിച്ചറിയൽ പരേഡിന് ശേഷം പുറത്ത് ഇറങ്ങി വന്ന ടി ജെ ജോസഫ് പ്രതികരിച്ചത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് തിരിച്ചറിയൽ പരേഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ CJM കോടതി ചുമതലപ്പെടുത്തിയ മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലാണ് നടപടിക്രമങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. എറണാകുളം സെൻട്രൽ ജയിലിലാണ് തിരിച്ചറിയൽ പരേഡ് നടന്നത്. ടി ജെ ജോസഫ്, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ മകൻ മിഥുൻ ജോസഫ്, സഹോദരി സിസ്റ്റർ സ്റ്റെല്ല എന്നിങ്ങനെ 3 പേരാണ് തിരിച്ചറിയൽ പരേഡിനായി എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവർ പ്രതിയെ തിരിച്ചറിഞ്ഞു. ഇനി കോടതിയെ സംബന്ധിച്ചിടത്തോളം, ഈ നടപടിക്രമങ്ങൾ സംബന്ധിച്ചിടത്തോളം മജിസ്ട്രേറ്റ് ഈ റിപ്പോർട്ട് കോടതിയിൽ നൽകും. അതിനുശേഷം നേരത്തെ തന്നെ അന്വേഷണ സംഘം ഈ കുറ്റപത്രം വീണ്ടും പുതുക്കി നൽകുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അന്വേഷണ സംഘം അതിന്റെ റിപ്പോർട്ട് കൂടി നൽകും. പിന്നീട് ഇതിന്റെ വിചാരണ ഘട്ടത്തിലേക്കുള്ള നടപടിക്രമങ്ങളിലേക്കായിരിക്കും അന്വേഷണ സംഘം എത്തുക. ഗോകുൽ, ശരി വിനീത. ഏതായാലും 13 വർഷങ്ങൾക്ക് ഇപ്പുറവും ടി ജെ ജോസഫ് ഒന്നാം പ്രതി സവാദിനെ തിരിച്ചറിഞ്ഞു. ഇനി തുടർ നടപടികളിലേക്ക് കടക്കും. തിരുവല്ലയിലെ ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രത്തിൽ വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ അധ്യാപികയ്ക്കെതിരെ കേസെടുത്ത് പോലീസ്. മലയാളം വിഭാഗം അധ്യാപിക മെലീന ജെയിംസിനെതിരെയാണ് കേസെടുത്തത്. വിദ്യാർത്ഥിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ഇത്തരത്തിലൊരു കേസൊക്കെ അങ്ങനെ അതൊരു സ്വാഭാവികമല്ല. അധ്യാപികയുടെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയുണ്ടായി എന്ന പരാതികൾ ഉയരുന്നു. വലിയ പ്രതിഷേധവും അവിടെ നടക്കുന്നു, അല്ലേ? തിരുവല്ലയിലാണ് അധ്യാപക വിദ്യാർത്ഥി ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രത്തിലെ വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മലയാളം വിഭാഗത്തിലെ അധ്യാപിക മെലീന ജെയിംസിനെതിരെയാണ് വിദ്യാർത്ഥികളുടെ പരാതി. ഈ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വിദ്യാർത്ഥിയെ ഉൾപ്പെടെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു, വിദ്യാർത്ഥികളെ തോൽപ്പിക്കുമെന്നുൾപ്പെടെ പറഞ്ഞുകൊണ്ട് അവരുടെ പഠന പ്രവർത്തനങ്ങളിലൊക്കെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നതാണ് അവരുന്നയിക്കുന്ന ആരോപണം. വലിയ പ്രതിഷേധം ഇന്ന് SFIയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഏതായാലും അധ്യാപികയ്ക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. KSRTC ബസ്സിൽ നിന്ന് വീണ വയോധികന് ദാരുണാന്ത്യം. ചുള്ളിമാനൂർ സ്വദേശി ശശിധരൻ നായരാണ് മരിച്ചത്. സ്റ്റോപ്പിൽ ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ കൈവിട്ട് ഡോറിലിടിച്ച് ഡോർ തുറന്ന് റോഡിൽ വീണാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ നെടുമങ്ങാട് പോലീസ് കേസെടുത്തു. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ആരുടെയെങ്കിലും വീഴ്ച എന്നല്ല, അപ്പുറത്തേക്ക് അതിദാരുണവും അപ്രതീക്ഷിതമായ ഒരു അപകടമായിരുന്നു. തീർച്ചയായും ഒരു അപ്രതീക്ഷിതമായ ഒരു അപകടമാണ് ഉണ്ടായത്. ഉച്ചയ്ക്ക് 2:45 ഈ സംഭവം നടക്കുന്നത്. പേരൂർക്കടയിൽ നിന്ന് വിതുരയിലേക്ക് പോവുകയായിരുന്നു KSRTC ബസ്. നെടുമങ്ങാട് നിന്നാണ് അതിൽ ഈ ശശിധരൻ, അദ്ദേഹം ചുള്ളിമാനൂർ പാളയം ചെറുവേലി സ്വദേശിയാണ്. ഈ ശശിധരൻ നായർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 60 വയസ്സാണ്. അദ്ദേഹം ഈ നെടുമങ്ങാട് നിന്നാണ് ഈ ബസ്സിൽ കയറിയത്. ടോൾ ജംഗ്ഷൻ സമീപത്ത് സ്റ്റോപ്പിൽ ഇറങ്ങാൻ ശ്രമിക്കവെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ കൈ വിട്ട് ബസിന്റെ ഡോറിൽ ഇടിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഈ ഡോറ് തുറന്ന് അദ്ദേഹം റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ശശിധരനെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും, നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയായിരുന്നു. എന്തായാലും നെടുമങ്ങാട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. അതിദാരുണമായ സംഭവമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നത്. ഗോകുൽ.
ശരി, ഏതായാലും അപ്രതീക്ഷിതമായ ഒരു സംഭവമാണ്. ഏതായാലും വയോധികന് ജീവൻ നഷ്ടമായിരിക്കുന്നു. ഓട്ടോമാറ്റിക് ഡോറുകളായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒഴിവാക്കാനാവുമായിരുന്ന ഒരു അപകടം, മരണവും. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കാൺപൂർ IITയിൽ വീണ്ടും ആത്മഹത്യ. 1ാം വർഷ PhD വിദ്യാർത്ഥിയാണ് ആത്മഹത്യ ചെയ്തത്. 10 ദിവസം മുമ്പാണ് പെൺകുട്ടി PhDക്ക് പ്രവേശനം നേടിയത്. സംഭവത്തിൽ കല്യാൺപൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഒരു മാസത്തിനിടെ IITയിൽ നടക്കുന്ന 3ാമത്തെ ആത്മഹത്യയാണിത്. IIT कानपुर प्रशासन द्वारा पुलिस को एक छात्रा के आत्महत्या की सूचना दी गई। मौके पर पुलिस और फील्ड यूनिट की टीम पहुंच गई है और अंदर से रूम लॉक्ड है। छात्रा PhD में पढ़ने वाली हैं और जो भी यहाँ पे निरीक्षण घटना स्थल करके जो विधिक कार्रवाई है वह पुलिस के द्वारा और फील्ड यूनिट की टीम के द्वारा किया जा रहा है। ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ബൽറാം, ഇത് ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ കാലങ്ങളായി വരുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉന്നത അല്ലെങ്കിൽ ഉയർന്ന മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾ എത്തുന്ന IIT സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ NITകളിലുമൊക്കെ ഈ ആത്മഹത്യാ നിരക്ക് ഉയരുന്നത്. ഇതും വളരെ കുറച്ച് ദിവസം മാത്രമായിട്ടുള്ളൂ ആ കുട്ടിയുടെ അഡ്മിഷൻ പോലും നടന്നിട്ട്. എന്താണ് ഈ ആത്മഹത്യക്ക് പിന്നിലെന്ന് മനസ്സിലാക്കുന്നത്? ഗോകുലി, ആത്മഹത്യയുടെ കാരണം എന്താ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത ഒന്നും തന്നെ ഇല്ല. 10 ദിവസം മുമ്പ് മാത്രം കാൺപൂർ IITയിൽ പ്രവേശനം നേടിയ ഒരു വിദ്യാർത്ഥിനിയാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ജാർഖണ്ഡിലെ ദൂംക ജില്ലയിൽ നിന്നുള്ള പ്രിയങ്ക ജയ്സ്വാൾ ആണ്. 1ാം വർഷ PhD വിദ്യാർത്ഥിനിയാണ്. ഈ ലേഡീസ് ഹോസ്റ്റലിലെ മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഈ മരണം സംബന്ധിച്ച് ഈ പെൺകുട്ടിയുടെ പിതാവ് തന്നെയാണ് ഹോസ്റ്റൽ അധികൃതരെ അറിയിക്കുന്നത്. ഫോണിൽ വിളിച്ചെങ്കിലും മകളെ ഫോണിൽ ലഭിക്കാത്തതോടെ ഹോസ്റ്റൽ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം മുറിക്കുള്ളിൽ കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ച് പോലീസ് പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം എന്നുള്ളത്. ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന വിവരം എന്നുള്ളത് തുടർച്ചയായി ആത്മഹത്യകൾ ഇത്തരത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഈ ഒരു മാസത്തിനിടെ തന്നെ 3ാമത്തെ ആത്മഹത്യയാണ്, വിദ്യാർത്ഥികളുടെ ആത്മഹത്യയാണ് കാൺപൂർ IITയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് PhD വിദ്യാർത്ഥികളുടെ ആത്മഹത്യ വർദ്ധിച്ചു വരുന്നതായുള്ള റിപ്പോർട്ടുകളും ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഗൂഗിൾ. തീർച്ചയായും ബൽറാം, ഏതായാലും മികവിൽ മികച്ച വിദ്യാർത്ഥികൾ മികവിൽ മികച്ച സ്ഥാപനങ്ങളിൽ എത്തുന്നു. പക്ഷേ അവിടെ അവർ ജീവൻ എടുക്കുന്ന സാഹചര്യം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് വലിയ അപമാനമാണ്, രാജ്യത്തിന് വലിയ നഷ്ടമാണ് ഈ വിദ്യാർത്ഥികളുടെ ഈ ആത്മഹത്യ പോലെയുള്ള സാഹചര്യങ്ങൾ. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനമായ ഈ മാസം 22-ന് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചു. 2:30 വരെയാണ് അവധി. അതിനിടെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിലെ തൃണമൂൽ കോൺഗ്രസ് റാലിക്കെതിരായ BJPയുടെ ഹർജി കൽക്കട്ട ഹൈക്കോടതി തള്ളി. റാലി തടയണമെന്ന സുവേന്ദു അധികാരിയുടെ ഹർജിയാണ് തള്ളിയത്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, അങ്ങനെ ഈ രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ അല്ലെങ്കിൽ ആ ചടങ്ങുകൾ കുറെ കൂടി വർണ്ണാഭമാക്കുക, രാജ്യമാകെ അതിൻ്റെ ഒരു ആഘോഷം സംഘടിപ്പിക്കുക എന്നൊരു ഉദ്ദേശം കേന്ദ്ര സർക്കാർ കൂടി അതിന് അനുസരിച്ചൊരു തീരുമാനമെടുക്കുന്നു. ഒപ്പം കൽക്കട്ട ഹൈക്കോടതിയുടെ ഇന്നത്തെ ഇടപെടൽ അതെങ്ങനെയായിരുന്നു? ഗോകുല്, ഈ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ അവധി വേണം, ജനങ്ങൾക്ക് അത് TV-യിലൂടെയും മറ്റും കാണാനുള്ള അവസരം നൽകണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. വിവിധ അഭിഭാഷക സംഘടനകൾ, ബാർ കൗൺസിൽ ഉൾപ്പെടെയുള്ള അവർ ഈ ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. അതിനിടെയാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സംഘടനകൾ ഉൾപ്പെടെ ഉന്നയിച്ച ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ജനുവരി 22-ന് ഉച്ചവരെ സർക്കാർ ജീവനക്കാർക്ക് അവധി നൽകാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 വരെയാണ് അവധി നൽകുക. അതേസമയം ഇതൊരു രാഷ്ട്രീയ വിഷയം കൂടിയായി മാറിയിരിക്കുന്നു. ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടൽ കൂടി ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് ഉണ്ടായിരിക്കുന്നു. ബംഗാളിൽ അയോധ്യ രാമക്ഷേത്രം ഒരു പ്രചരണ വിഷയമാക്കുന്ന BJPക്ക് തടയിടാനായി മമതാ ബാനർജി ഈ അതേ ചടങ്ങ് നടക്കുന്ന ദിവസം ഒരു സർവ്വമത റാലി പ്രഖ്യാപിച്ചിരുന്നു കൊൽക്കത്തയിൽ. ഇതിനെതിരെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി കൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ കൽക്കട്ട ഹൈക്കോടതി സുവേന്ദു അധികാരിയുടെ ഹർജി തള്ളി. അതേ ദിവസം സർവ്വമത റാലി നടത്താൻ മമതാ ബാനർജിക്ക്
അനുമതി നൽകിയിരിക്കുകയാണ്. കാളിഘട്ടിലെ കാളിക്ഷേത്രം മുതൽ പാർക്ക് സർക്കസ് മൈതാനം വരെയുള്ള റാലിയിൽ ഈ വഴിയിലൂടെ കടന്നു പോകുന്ന എല്ലാ മതങ്ങളുടെയും ആരാധനാലയങ്ങൾക്ക് പങ്കാളിത്തത്തോടെയാണ് മമതാ ബാനർജി റാലി നടത്തുക. ശരി ബൽറാം, ഏതായാലും അയോധ്യ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഉച്ചയ്ക്ക് 2:30 വരെ അവധി നൽകുന്നു. അതേസമയം ബംഗാളിൽ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും പ്രഖ്യാപിച്ച റാലി അതിൽ മാറ്റമുണ്ടാവുകയില്ല. ആ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടുന്നില്ല. വിവരങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ്. സാങ്കേതിക സർവകലാശാല മുൻ VC ഡോക്ടർ സിസ തോമസ് സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകി. സിസ തോമസിനെതിരായ സർക്കാരിന്റെ അച്ചടക്ക നടപടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. ഈ വിധിക്കെതിരെ സർക്കാർ അപ്പീൽ വരുന്നതിന് മുമ്പാണ് സിസ തോമസ് തടസ്സ ഹർജി നൽകിയത്. വിവരങ്ങളുമായി അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, എന്താണ് ഹർജിയിലെ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഹർജിയിലെ വാദങ്ങൾ? ഗോകുൽ, രാജശ്രീയുടെ നിയമനം റദ്ദാക്കിക്കൊണ്ടായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സിസ തോമസിൻ്റെ താൽക്കാലിക നിയമനം നടത്തുന്നത്, വൈസ് ചാൻസലറായി നിയമിക്കുന്നത്. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ ഈ അച്ചടക്ക ലംഘനം അടക്കം ചൂണ്ടിക്കാട്ടി സർക്കാർ ഈ ആനുകൂല്യങ്ങൾ നിർത്തിവെച്ചിരുന്നു. അതിനുശേഷം സിസ തോമസ് വിരമിച്ചതിന് ശേഷവും ഈ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നതോടുകൂടിയാണ് ഈ വിവരാവകാശ പ്രകാരം ഇത് ആവശ്യപ്പെടുന്നത്. ആ വിവരാവകാശം വഴി നൽകിയ സമയത്താണ് ഈ കേരള സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാൻ ഒരുങ്ങുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ഇതിന് കേരള സർക്കാർ AGക്ക് നിർദ്ദേശം നൽകിയതടക്കമുള്ള കാര്യങ്ങൾ സിസ തോമസിന് ഈ വിവരാവകാശത്തിലൂടെ ലഭ്യമായി. ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഒരു തടസ്സ ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ തടസ്സ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് തൻ്റെ വാദം കേൾക്കാതെ, സിസ തോമസിൻ്റെ വാദം കേൾക്കാതെ ഇത് ഒരു തീരുമാനം ഈ കേരള സർക്കാർ സമർപ്പിക്കുന്ന ഹർജിയിൽ കൈക്കൊള്ളരുത് എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. സിസ തോമസിന് വേണ്ടി അഭിഭാഷകരായ കോശി ജേക്കബ്, ഉഷാദ് നന്ദിനി എന്നിവരാണ് ഈ ഹർജി ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ സുപ്രീം കോടതിയിൽ ഈ 2 പേരുടെ ഹർജികളും നിരീക്ഷിച്ച ശേഷമായിരിക്കും ഇതിലൊരു നടപടി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. ഗോകുൽ. ശരി, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് ആ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഏതൻ കടലിടുക്കിൽ ഡ്രോൺ ആക്രമണം നേരിട്ട കപ്പലിന് സഹായവുമായി ഇന്ത്യൻ നാവികസേന. മാർഷൽ ഐലൻഡ് പതാകയുള്ള ജെൻഗോ പിക്കാർഡി എന്ന ചരക്ക് കപ്പലിന് നേരെയാണ് കടൽ കൊള്ളക്കാരുടെ ആക്രമണമുണ്ടായത്. അപായ സന്ദേശം ലഭിച്ച നാവികസേന കപ്പൽ INS വിശാഖപട്ടണമാണ് ഉടൻ സഹായവുമായി എത്തിയത്. 9 ഇന്ത്യക്കാർ ഉൾപ്പെടെ 22 നാവികരും സുരക്ഷിതരെന്ന് ഇന്ത്യൻ നാവികസേന അറിയിച്ചു. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഈ സൊമാലിയുമായിട്ട് തീരം പങ്കിടുന്ന ഏതൻ കടലിടുക്കിൽ ഇത്തവണയും ആക്രമണം നടത്തുന്നത് സൊമാലിയൻ കടൽ കൊള്ളക്കാരാണോ? ഒപ്പം ചെങ്കടലിൻ്റെ കൂടി ഒരു ഭാഗമുണ്ടല്ലോ. ഗോകുൽ, ഈ മേഖലയിൽ സ്ഥിരമായി ആക്രമണം നടത്താറുക പതിവുള്ളത് സൊമാലിയൻ കടൽ കൊള്ളക്കാരാണ് എന്നതിനാൽ തന്നെ ഈ ആക്രമണത്തിന് പിന്നിലും സൊമാലിയയിൽ നിന്നുള്ള കടൽ കൊള്ളക്കാരാണ് എന്ന നിഗമനം തന്നെയാണ് ഉള്ളത്. ഈ മാർഷൽ ഐലൻഡിൻ്റെ പതാകയുള്ള ജെൻകോ പിക്കാഡി എന്ന ചരക്ക് കപ്പലിന് നേരെയാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ രാത്രി 11:15 ഇന്ത്യൻ നാവികസേനയ്ക്ക് അപായ സന്ദേശം ലഭിച്ചത്. ഈ ചരക്ക് കപ്പലിന് നേരെ ഡ്രോൺ ഉപയോഗിച്ച് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയാണ് കടൽ കൊള്ളക്കാർ ചെയ്തത്. ഈ അപകട സന്ദേശം ലഭിച്ച ഉടൻ തന്നെ ഇന്ത്യൻ നാവികസേനയുടെ ഈ പ്രദേശത്ത് വിന്യസിച്ചിരുന്ന ചരക്ക് കപ്പൽ, ഇത് ഈ കടൽ കൊള്ളക്കാർക്കെതിരായ പ്രത്യേക മിഷനുമായി ബന്ധപ്പെട്ട് വിന്യസിച്ച കപ്പലാണ്. ഈ മിസൈൽ ഡിസ്ട്രോയർ വിഭാഗത്തിൽ പെടുന്ന INS വിശാഖപട്ടണം ഈ അപായ സന്ദേശത്തിന് ഇടപെടുകയും 12 മണിയോടെ കപ്പലിന് സമീപം എത്തുകയുമായിരുന്നു. ഇന്ത്യൻ നാവികസേന കപ്പൽ എത്തിയതോടുകൂടി കടൽ കൊള്ളക്കാർ ഈ പ്രദേശത്ത് നിന്നും പിൻവാങ്ങി. തുടർന്ന് നാവികസേന ഈ കപ്പലിൽ പരിശോധന നടത്തി. ഈ ഘട്ടത്തിൽ എന്നാൽ ഈ കപ്പലിലുണ്ടായിരുന്ന 9 ഇന്ത്യക്കാർ അടക്കമുള്ള 22 നാവികർക്കും പരിക്കുകളൊന്നും ഏറ്റിട്ടില്ല എന്ന് വ്യക്തമായി. തുടർന്ന് ഇന്ന് രാവിലെ കപ്പലിന്റെ ഡക്കിൽ ഈ ആക്രമണമുണ്ടായ പ്രദേശം ഇന്ത്യയുടെ സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ പരിശോധന നടത്തുകയും താൽക്കാലികമായ കേടുപാടുകൾ തീർക്കുകയും കപ്പൽ സുരക്ഷിതമാക്കുകയും ചെയ്തു എന്നാണ് ഇന്ത്യൻ നാവികസേന അറിയിച്ചിരിക്കുന്നത്. ഗോകുൽ. ശരി, അറബിക്കടലിലും ചെങ്കടൽ മേഖലയിലും ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ ജാഗ്രതയോടെയാണ് ഇടപെടുന്നത്. ആ മേഖല സുരക്ഷിതമായി നിലനിർത്തുക എന്നത് ഇന്ത്യയുടെ വ്യവസായ മേഖലയ്ക്ക് കൂടി നിർണായകമാണ്. ഏതായാലും അത്തരത്തിലൊരു ഇടപെടലാണ് നാവികസേന നടത്തിയിരിക്കുന്നത്. വീണ്ടും
പശ്ചിമബംഗാളിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിക്കാൻ കൊൽക്കത്ത ഹൈക്കോടതിയുടെ നിർദ്ദേശം. CBI ഉദ്യോഗസ്ഥരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും സംഘത്തിൽ ഉൾപ്പെടുത്തണം. അച്യുതനുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, ഇന്നലെ തന്നെ ഈ ഒരു പ്രത്യേക സംഘം രൂപീകരിക്കണമെന്ന നിർദ്ദേശം വന്നതാണ്. ഇന്ന് കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായി അതിൽ പറയുന്നത്? ഗോകുൽ, ഈ പശ്ചിമ ബംഗാളിലെ 24 നോർത്ത് പർഗാനയിൽ ED ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായ ആക്രമണത്തിൽ CBI അന്വേഷണം വേണമെന്നതായിരുന്നു ED ഹർജിയിലൂടെ മുന്നോട്ട് വെച്ചത്. ആ കേസിലാണ് ഇന്നലെ കൽക്കട്ട ഹൈക്കോടതി ഒരു SIT പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുവാനുള്ള നിർദ്ദേശം നൽകുന്നത്. എന്നാൽ ആ നിർദ്ദേശവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചധികം നിബന്ധനകൾ കൂടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിലാണ് ഈ CBIയുടെ ഉദ്യോഗസ്ഥരെയും CBI ഉദ്യോഗസ്ഥരെയും ബംഗാൾ പോലീസിലെ ഉദ്യോഗസ്ഥരെയും ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തണം എന്നൊരു നിർദ്ദേശം കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് തുല്യ എണ്ണം ഉദ്യോഗസ്ഥരെ വേണം ഈ സംഘത്തിൽ ഉൾപ്പെടുത്താൻ. SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരായിരിക്കണം ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കുവാനുള്ളതും എന്നും കൽക്കട്ട കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് സ്റ്റേറ്റ് പോലീസിൻ്റെയോ അർദ്ധസൈനിക വിഭാഗത്തിൻ്റെയോ സഹായം തേടാം. കേസ് ഡയറി നിലവിൽ പോലീസ് അന്വേഷിച്ചു കൊണ്ടുവരുന്ന കേസ് ഡയറി അത് ഈ സംഘത്തിന് കൈമാറാനും കൽക്കട്ട കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ കോടതിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ തന്നെ പശ്ചിമ ബംഗാൾ സർക്കാർ SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ ഈ സംഘത്തിൽ നിയോഗിക്കുവാനുള്ള SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ വിവരം ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. എന്തായാലും അത് സംബന്ധിച്ചായിരിക്കും ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുക. ശരി അച്യുതൻ, ഏതായാലും ബംഗാളിൽ ED ഉദ്യോഗസ്ഥർക്ക് നേരിട്ട ആക്രമണം, ആ സംഭവത്തിൽ കൃത്യമായ അന്വേഷണത്തിന് അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ, അന്വേഷണ സംഘത്തെ എങ്ങനെ രൂപീകരിക്കണമെന്നതുകൂടി നിർദ്ദേശിക്കുകയാണ് കൽക്കട്ട ഹൈക്കോടതി. മലപ്പുറം അത്തിപ്പറ്റയിൽ വാഹനാപകടത്തിൽ 3 പേർക്ക് പരിക്ക്. പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് വന്ന ബൈക്ക് റോഡ് മുറിച്ചു കടക്കുകയായിരുന്നു. യുവതിയെ ഇടിച്ച് വീഴ്ത്തിയ ശേഷം മിനി ലോറിയിൽ ഇടിക്കുകയായിരുന്നു. കാൽനട യാത്രക്കാരിക്കും ബൈക്കിൽ സഞ്ചരിച്ച 2 പേർക്കുമാണ് പരിക്കേറ്റത്. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് തിരൂരിൽ നിന്ന് വിവരങ്ങളുമായി. അരുൺ, ഇവരുടെ പരിക്ക് ഗുരുതരമാണോ? എവിടെയാണ് ഇവർ ചികിത്സയിലുള്ളത്? ഗൂഗിൾ 3 പേരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് 3 പേരും ചികിത്സയിലുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് 3:30 കൂടിയാണ് അപകടം നടന്നത്. മലപ്പുറം അത്തിപ്പറ്റയിൽ വെച്ച് പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് വന്ന അമിത വേഗതയിൽ വന്ന ബൈക്ക് കാൽനട യാത്രക്കാരിയെ റോഡ് മുറിച്ച് കിടന്ന കാൽനട യാത്രക്കാരിയെ ഇടിക്കുകയായിരുന്നു. തുടർന്ന് മിനി ലോറിയിൽ ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ മിനി ലോറിയുടെ ടയർ പൊട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ബൈക്ക് യാത്രികരായ 2 പേരും ലോറിയുടെ അടിയിൽ അകപ്പെട്ടു. തുടർന്ന് നാട്ടുകാരും പോലീസുമൊക്കെ എത്തിയാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിച്ചത്. ഭാഗികമായി ഈ പ്രദേശത്ത് അപകടം നടന്ന സമയത്ത് ഗതാഗത തടസ്സമുണ്ടായി. അതും വളാഞ്ചേരി പോലീസ് എത്തി നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടായിരുന്നു. ശരി, അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്. അത്തിപ്പറ്റയിലാണ്, മലപ്പുറത്താണ് കാൽനട യാത്രക്കാരിയെ ബൈക്ക് ഇടിച്ചത്. 3 പേർക്കാണ് പരിക്കേറ്റത്. സാരമുള്ള പരിക്കല്ല എന്നതാണ് വിവരം. ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിയെ വിമർശിച്ച മന്ത്രി കെ രാജൻ. ഗവർണർ തന്റേതല്ലാത്ത അധിക ഭാരം തലയിലേൽക്കുന്നുവെന്ന് വിമർശനം. നിയമസഭ പാസാക്കിയ ബില്ലുകൾ കോൾഡ് സ്റ്റോറേജിൽ എടുത്തുവെച്ച് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ ഭരണഘടന അനുമതി നൽകുന്നില്ല. ബില്ലിൽ ഒപ്പിടേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ലെന്നും 2024 തന്നെ നിയമം യാഥാർത്ഥ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. 63 വർഷക്കാലമായി കേരളത്തിലുണ്ടായിരുന്ന കേരളത്തിന്റെ ഭൂപതിവ് നിയമം അതിന്റെ അലകും പിടിയും മാറ്റുന്ന വിധത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന കോൺട്രവെൻഷൻസ് റെഗുലറൈസ് ചെയ്യാനും പുതിയ നിലവിലുള്ള പട്ടയ ഭൂമിയിലെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നിർണയിക്കും പ്രകാരം അവസരം കൊടുക്കാനും അധികാരം കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 ചട്ടങ്ങൾ ഉണ്ടാക്കൽ ഉൾപ്പെടെയുള്ള 4 ഭേദഗതികൾക്ക് കേരളത്തിന്റെ നിയമസഭ ഏകകണ്ഠമായി തീരുമാനമെടുത്ത ഒരു കാലം ഇതാണ്. പല കാരണങ്ങളാൽ തന്റേതല്ലാത്ത അനാവശ്യമായിട്ടുള്ള അധികഭാരങ്ങൾ തലയിലേൽപ്പിക്കുന്ന ഗവർണറുടെ നടപടി പ്രകാരം ബില്ലുകൾ ഒപ്പിട്ടിട്ടില്ലെങ്കിലും ഗവർണർക്ക് അങ്ങനെ അനന്തമായി കേരളത്തിന്റെ നിയമസഭ പാസാക്കിയ ഒരു ബില്ല് അദ്ദേഹത്തിന്റെ കോൾഡ് സ്റ്റോറേജിൽ എടുത്തു വെക്കാൻ ഇന്ത്യയുടെ ഭരണഘടന അനുവാദം കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഏറെ താമസിയാതെ അദ്ദേഹത്തിന് അത് ഒപ്പിടേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ലാത്തത് കൊണ്ടും ഭൂപതിവ് നിയമത്തിന്റെ ഭേദഗതി 2024 തന്നെ സാധ്യമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടിസ്ഥാനപരമായി ചില മാറ്റങ്ങൾ നമ്മളുണ്ടാക്കും. എസ് ജയശങ്കർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ജയശങ്കർ, നേരത്തെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് ഗവർണർ തൊടുപുഴയിലെത്തിയപ്പോൾ LDFന്റെ ഹർത്താലും തിരുവനന്തപുരത്തെ രാജ്ഭവൻ മാർച്ചും ഒക്കെ നടന്നത്. എന്താണ് ഈ ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണത്തിൽ സൂചിപ്പിക്കുന്നത്? അതിന്റെ പശ്ചാത്തലം എന്താണ്?
അതായത് ഗവർണർ ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്തതിനെയാണ് മന്ത്രി കെ രാജൻ രൂക്ഷമായി വിമർശിച്ചത്. മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ള പങ്കെടുത്ത ഒരു പരിപാടിയിലെ പ്രസംഗത്തിനിടെയായിരുന്നു മന്ത്രിയുടെ വിമർശനം. അധികകാലം ഗവർണർക്ക് ഈ ബില്ല് തന്റെ കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കാനാകില്ല, ഭരണഘടന അതിന് അനുമതി നൽകില്ല, ഈ ബില്ലിൽ ഗവർണർക്ക് ഒപ്പിടേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല, 2024 തന്നെ ഈ ബില്ല് നിയമമാകുമെന്നും മന്ത്രി പറഞ്ഞു. ഗവർണർ തന്റേതല്ലാത്ത അധികാരബാലം തലയിൽ വെച്ചാണ് നടക്കുന്നതെന്ന വലിയൊരു വിമർശനവും മന്ത്രി ഉന്നയിച്ചിട്ടുണ്ട്. നിയമസഭാ സമ്മേളനം അടുക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഈ ബില്ലിൽ ഒപ്പിടാത്തതിനെതിരെ റവന്യൂ മന്ത്രി തന്നെ ഗവർണർക്കെതിരെ വലിയൊരു വിമർശനം ഉന്നയിക്കുന്നു. ഈ ഒരു വിമർശനത്തിലൂടെ ഗവർണറുടെ പ്രവൃത്തിയെ കടന്നാക്രമിക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണ് സർക്കാരും ഗവൺമെന്റും സഭാ കാലയളവിലും ഉദ്ദേശിക്കുന്നതിന്റെ സൂചന കൂടിയാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ശരി, ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. സംസ്ഥാനത്തെ സർക്കാർ സ്വകാര്യ ഹോസ്റ്റലുകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തി. 2 ഘട്ടങ്ങളിലായി നടന്ന പരിശോധനയിൽ 11 മെസ്സുകളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. വീഴ്ചകൾ കണ്ടെത്തിയ 159 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 602 സ്ഥാപനങ്ങളിലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തി. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അലക്സ്, ഈ പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ, നടപടികൾ എന്തൊക്കെ? ഗൂഗിൾ സംസ്ഥാനത്തെ സ്കൂൾ, കോളേജ് തുടങ്ങിയ വിവിധ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ക്യാന്റീൻ, ഹോസ്റ്റൽ, മെസ് എന്നിവിടങ്ങളിലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തിയത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഈ സർക്കാർ സ്വകാര്യ മേഖലയിലായി പ്രവർത്തിക്കുന്ന 602 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച 4 സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിച്ചു. ഡിസംബർ, ജനുവരി മാസങ്ങളിലായി 2 ഘട്ടങ്ങളിലായി ആകെ 1597 പരിശോധനകൾ നടത്തിയതായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതിൽ വീഴ്ചകൾ കണ്ടെത്തിയ 11 സ്ഥാപനങ്ങളിലെ ക്യാന്റീനുകളുടെയും മെസ്സുകളുടെയും പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിച്ചതായും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഹോസ്റ്റലുകളുടെ ഭക്ഷണത്തെ പറ്റിയുള്ള പരാതികൾ വ്യാപകമായി ഉയർന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പരിശോധനകൾ സംസ്ഥാനത്തുടനീളം വ്യാപകമാക്കിയത്. ഹോസ്റ്റലുകളിൽ ശരി അലക്സ്, ഏതായാലും നിരന്തരം പരാതികൾ ഉയർന്ന ഇടമാണ് ക്യാമ്പസുകളിലെ അല്ലെങ്കിൽ ഹോസ്റ്റലുകളിലെയൊക്കെ ഈ മെസ്സുകളെ സംബന്ധിച്ച്. ഏതായാലും ഇത്തരം പരിശോധനകൾ അത് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കട്ടെ. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.